കണ്ണൂർ മുഴപ്പിലങ്ങാട് ബി.ജെ.പി. പ്രവർത്തകൻ എളമ്പിലായി സൂരജിനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ വിധി പ്രസ്താവിച്ച് കോടതി. കേസിൽ 9 പ്രതികൾ കുറ്റക്കാരെന്ന് കോടതി കണ്ടെത്തി. 10ാം പ്രതിയെ വെറുതെ വിട്ടു. തലശ്ശേരി ജില്ലാ സെഷൻസ് കോടതിയുടേതാണ് വിധി. കോടതി പ്രതികളോട് ഇപ്പോൾ എന്താണ് പറയാനുള്ളതെന്ന് ചോദിച്ചു. പ്രതികൾക്ക് എപ്പോൾ ശിക്ഷ വിധിക്കുമെന്ന് കോടതി വ്യക്തമാക്കിയിട്ടില്ല. CPM നേതാക്കളും പ്രവർത്തകരും ഉൾപ്പെടെ 12 പേരാണ് കേസിലെ പ്രതികൾ. CPM പ്രവർത്തകനായ സൂരജ് BJP-യിൽ ചേർന്നതിന്റെ വിരോധം മൂലം കൊലപ്പെടുത്തുകയായിരുന്നു. TP ചന്ദ്രശേഖരൻ വധക്കേസിൽ ശിക്ഷിക്കപ്പെട്ട TK രജീഷും പ്രതികളിൽ ഉൾപ്പെടുന്നു. 2005 ഓഗസ്റ്റ് 7-ന് ഓട്ടോയിലെത്തിയ അക്രമി സംഘം രാഷ്ട്രീയ വൈരാഗ്യം മൂലം സൂരജിനെ ബോംബെറിഞ്ഞ് വീഴ്ത്തി വെട്ടിക്കൊലപ്പെടുത്തിയെന്നാണ് കേസ്. CPM പ്രവർത്തകരായ പത്തായക്കുന്ന് കാരായിൻ്റെ ഹൗസിൽ TK രജീഷ്, കാവുംഭാഗം പുതിയടത്ത് ഹൗസിൽ NV യോഗേഷ്, എരഞ്ഞോളി അരങ്ങേറ്റുപറമ്പ് കണ്ടിൻ ഹൗസിൽ K ഷംജിത്ത് എന്ന ജിത്തു, കൂത്തുപറമ്പ് നരവൂരിലെ PM മനോരാജ്, മുഴപ്പിലങ്ങാട് വാണിയൻ്റെ വിളപ്പിൽ നെയ്യോത്ത് സജീവൻ, പണിക്കൻ്റെ ഹൗസിൽ പ്രഭാകരൻ, പുതുശ്ശേരി ഹൗസിൽ KV പത്മനാഭൻ, മനോമ്പേത്ത് രാധാകൃഷ്ണൻ, എടക്കാട് കണ്ണവത്തിൻമൂല നാഗത്താൻകോട്ട പ്രകാശൻ, പുതിയപുരയിൽ പ്രദീപൻ എന്നിവരാണ് കേസിലെ പ്രതികൾ. 1ാം പ്രതി മുഴപ്പിലങ്ങാട് ലക്ഷം വീട് കോളനി പള്ളിക്കൽ ഹൗസിൽ PK ഷംസുദ്ദീൻ എന്ന ഷംസു, 12ാം പ്രതി മക്രേരി കീലാരൂരിലെ TP രവീന്ദ്രൻ എന്നിവർ സംഭവശേഷം മരിച്ചു. 2005 ഓഗസ്റ്റ് 7-ന് രാവിലെ 8:40-ന് ഓട്ടോയിലെത്തിയ സംഘം മുഴപ്പിലങ്ങാട് ടെലിഫോൺ എക്സ്ചേഞ്ചിന് മുന്നിൽ വെച്ചാണ് സൂരജിനെ വെട്ടിക്കൊന്നത്.